ഹായ്, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മളൊരു പ്രോബ്ലം പഠിക്കുന്നത് എങ്ങനെയാണ് റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ് ഓഫ് ടു വേരിയബിൾ ഫംഗ്ഷൻ f of xy equal to 4xy minus x raised to 4 minus y raised to 4. നമുക്കിത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അറിയാം. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഡി എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഫ് എക്സ് എക്സിന്റെ വാല്യൂമായി കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്നൊരു തിയറമാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. അപ്പം ആ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണം, ശരിയല്ലേ? അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എഫ് എക്സും എഫ് വൈയും 0 വരുന്ന പോയിന്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളെ നമ്മൾ എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് വിളിക്കും. സോ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4y മൈനസ് 4x ക്യൂബ്. അതാണ് ഫസ്റ്റ് വൺ, എഫ് എക്സ്. ഇനി എഫ് വൈ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 4x മൈനസ് 4y ക്യൂബ്. ഓക്കെ, അപ്പൊ എഫ് എക്സ് എഫ് ഐ കണ്ടുപിടിച്ചു. ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. സോ നമ്മൾ അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. സോ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഐ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4y മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു 0 എന്നല്ലേ ആദ്യത്തെ കിട്ടിയിരിക്കുന്നത്? ആദ്യത്തത് 4y മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു 0. അതാണല്ലോ എഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടുന്നാണെങ്കിൽ 4 കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാലോ. അത് 4 ഓഫ് y മൈനസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 0. 4 into y minus x cube 0 വരണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇവിടുത്തെ 0? y minus x cube ആയിരിക്കും 0. കാരണം ഒരിക്കലും 4 0 അല്ലല്ലോ. y minus x cube equal 0 എന്ന് വെച്ചാൽ എന്താ? y equal to x cube. ഇത് fx 0 നിന്ന് കിട്ടിയതാ. ഇനി അതേപോലെ fy 0 ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 4x minus 4y cube. 4x minus 4y cube equal to 0. ഇവിടുന്ന് 4 കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? 4 ഓഫ് എക്സ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 0. 4 ഇൻറ്റു എക്സ് മൈനസ് വൈ ക്യൂബ് 0 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ആര് 0 ആണെന്നാ? എക്സ് മൈനസ് വൈ ക്യൂബ് 0 ആണെന്നാണ്. സോ നമ്മൾ എഴുതി എക്സ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 0. അവിടെ നമ്മൾ എഴുതി എക്സ് ഈക്വൽ ടു വൈ ക്യൂബ്. ഇനി ഈ രണ്ട് കിട്ടിയ ആൾക്കാരെ തമ്മിൽ സോൾവ് ചെയ്യണം. അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പം y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ? ഈ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വൈയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ആരാ? എക്സ് ഈക്വൽ ടു വൈ ക്യൂബ്. എക്സ് ഈക്വൽ ടു വൈ ക്യൂബിലേക്ക് അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിലേക്ക് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം വൈ ഈക്വൽ ടു എന്താണ്? എക്സ് ക്യൂബ് ആണ്. സോ വൈക്ക് ഒരു എക്സ് ക്യൂബ് എടുത്തിട്ട് ഓൾറെഡി ഒരു ക്യൂബ് കിടക്കണം. സോ ഇതെന്തായി തീർന്നു? എക്സ് റൈസ് ടു 9 അല്ലെ? അപ്പം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പം എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 9 എഴുതാലോ. സോ നമ്മൾ അതിന് മാറ്റി എഴുതി എക്സ് റൈസ് ടു 9 മൈനസ് എക്സ് ഈക്വൽ ടു 0. എക്സ് കോമൺ എടുക്കുന്നു. അപ്പം എക്സ് ഓഫ് എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ നോക്കി, എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 8 മൈനസ് 1 0 വരാനുള്ള പോസിബിലിറ്റി എന്താ? ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 വരിക, അല്ലെങ്കിൽ ആരാ? എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് റൈസ് ടു 8 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? എക്സ് റൈസ് ടു 8 ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ മതി. എക്സ് റൈസ് ടു 8 അപ്പൊ നമുക്ക് എവിടുന്ന് എഴുതാം? അപ്പം ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എന്താ? എക്സ് റൈസ് ടു 8 ഈക്വൽ 1 വരുന്ന എപ്പോഴാ? ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 1. സോ എക്സ് എടുക്കുന്ന 3 പോസിബിൾ വാല്യൂസ് നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 1. ഇനി എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈ എത്ര ആയിരിക്കും? നോക്കിയേ, വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നാണല്ലോ. സോ വെൻ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, ഇനി വെൻ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു എന്തായി പോവും? 1 ആയി പോവും. അതേപോലെ വെൻ എക്സ് ഈക്വൽ ടു മൈനസ് 1, വൈ ഈക്വൽ ടു എന്തായി പോവും? മൈനസ് 1. സോ നമുക്ക് 3 പെയേഴ്സ് ആണ് കിട്ടുന്നത്. ഏതൊക്കെ? ഒന്ന് 0 0, കാരണം എക്സും 0 വൈയും 0. അടുത്ത പേര് ഏതാ? 1 1. അടുത്ത ഏതാണ്? മൈനസ് 1 മൈനസ് 1. അപ്പം ഈ 3 പോയിന്റുകളാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ആ ഓരോ ക്രിട്ടിക്കൽ പോയിന്റും മാക്സിമം ആണോ മിനിമം ആണോ അല്ലെങ്കിൽ
എന്താ സാഡിൽ പോയിന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ ഒരു പോയിന്റ് എന്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ഡി മാത്രം നടത്തിയാൽ മതി. ഇവിടെ നമ്മളിപ്പം 3 നടത്തണം. ക്ലിയർ ആയോ? സോ അപ്പം ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പം ഇനി എന്ത് ചെയ്യണം, എഫ് എക്സ് എക്സും കണ്ടുപിടിക്കണം, എഫ് എക്സ് വൈയും കണ്ടുപിടിക്കണം, എഫ് വൈ വൈയും കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പം ഇവിടുന്ന് എഫ് എക്സ് എക്സ് കൂടെ കണ്ടുപിടിക്കണം. എഫ് എക്സ് എക്സ്, എഫ് എക്സ് ഓൾറെഡി ഇരിപ്പുണ്ട്. അവിടെ എഫ് എക്സ് എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, മൈനസ് അല്ലേ, മൈനസ് 12 എക്സ് സ്ക്വയർ. ശരിയല്ലോ? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ, അപ്പം ടോട്ടൽ മൈനസ് 12. ഇനി എഫ് വൈ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, അത് മൈനസ് 12y സ്ക്വയർ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരാണ്, എഫ് എക്സ് വൈ. എഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ അറിയാം. എഫ് എക്സിന് കിട്ടിയ ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് വൈ എടുത്താൽ മതിയല്ലോ. സോ എഫ് എക്സ് എന്ന് വെച്ചാൽ 4y ആണ്, 4y മൈനസ് 4x ക്യൂബ്. അപ്പൊ ഇനി വിത്ത് റെസ്പെക്ട് വൈ എടുത്താൽ എന്ത് കിട്ടും, 4. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമ്മൾ 3 ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചില്ലേ, ഈ 3 എടുത്തും ഈ വാല്യൂസിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇവര് ഓരോ ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകം ഡി കണ്ടുപിടിക്കുന്നതിനും ഒരു ടേബിൾ ആക്കി ഓൾറെഡി ഞാൻ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 0 1 1 -1 -1. ഇനി എഫ് എക്സ് എക്സിന്റെ വാല്യൂ അറ്റ് 0 0 വാല്യൂ ആണ് 0 അല്ലെ, എഫ് വൈ വൈയുടെ 0 വാല്യൂ 0. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് വെച്ചു, എഫ് എക്സ് വൈ കണ്ടുപിടിച്ച് വെച്ചു. അതേപോലെ 1 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും കണ്ടുപിടിച്ചു. അതുപോലെ -1 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈയും കണ്ടുപിടിച്ചു. എന്നിട്ട് ഡി എന്ന് കമ്പ്യൂട്ട് ചെയ്തു. അപ്പൊ 3 പേരും ഡി കിട്ടി. ഈ ഡി ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം നോക്കിയേ, രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1ന്റെയും -1 -1ന്റെയും നോക്കുക, 1 1ന്റെയും -1 -1ന്റെയും നോക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഡിയുടെ വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. ശരിയല്ലേ? 122 ആയിട്ടിരിക്കുന്നത്. മാത്രമല്ല എഫ് എക്സ് എക്സിന്റെ വാല്യൂ എത്ര, -12 -12, രണ്ടും നെഗറ്റീവാ. അപ്പൊ നോക്കിയേ, ഡി എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നുണ്ട്, അതേപോലെ എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നുണ്ട്. എങ്കിൽ അതെന്തായിരിക്കും, ആ പോയിന്റുകൾ റിലേറ്റീവ് മാക്സിമം ആയിരിക്കും. ഇനി 0 0 പോയിന്റ് പ്രത്യേകം എന്താ, ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഡി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അത്തരം പോയിന്റുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്, സാഡിൽ പോയിന്റ് എന്ന് വിളിക്കും. സോ നമ്മൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ഓക്കെ, ക്ലിയർ ആയ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തിയറം, അപ്പം അങ്ങനെ പ്രോബ്ലം ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു തിയറം സിമ്പിൾ തിയറാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് 2 വേരിയബിൾ ഹാസ് ആൻ അബ്സല്യൂട്ട് എക്സ്ട്രീമം, either absolute maximum ആകാം അല്ലെങ്കിൽ absolute minimum. absolute extremum എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് absolute maximum മിനിമത്തെ വിളിക്കുന്ന പേരാണ് absolute extremum. ഒരു 2 വേരിയബിൾ ഫംഗ്ഷന് absolute extremum ഉണ്ടെന്ന് വിചാരിക്കുക. എവിടെ, ഒരു ഇന്റീരിയർ പോയിന്റ് ഓഫ് ഡൊമെയിൻ. ഇന്റീരിയർ പോയിന്റ് അത് ഒരു absolute extremum ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും വരുന്നത്, then this extremum occur at a critical point. ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും absolute extremum absolute minimum ഉണ്ടാകും. ഇന്റീരിയറിന്റെ അകത്താണെങ്കിൽ വേറെ പോയിന്റുകളൊന്നും തന്നെ വരത്തില്ല. സോ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇന്റീരിയറിലെ ആണ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ എക്സ്ട്രീമം വരുവാണെങ്കിൽ നമ്മൾ ഇന്റീരിയറിലുള്ള ക്രിട്ടിക്കൽ പോയിന്റുകളെ പറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എക്സ്ട്രീമം ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു കേസ് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്നു എഫിന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെന്ന് വിചാരിക്കാം. അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട് അറ്റ് എ പോയിന്റ് x0 y0 വിളിക്കാം ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ ഡൊമെയിൻ. എങ്കിൽ ഈ അബ്സല്യൂട്ട് മാക്സിമം നാച്ചുറലി എന്തുകൂടെ ആയിരിക്കും, ഒരു റിലേറ്റീവ് മാക്സിമം കൂടെ ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അതായത് അബ്സല്യൂട്ട് മാക്സിമം മൊത്തത്തിലുള്ള ഡൊമൈനിലെ മാക്സിമം എങ്കിൽ നാച്ചുറലി അതൊരു റിലേറ്റീവ് മാക്സിമം കൂടെ ആയിരിക്കുമല്ലോ. ഓക്കെ, എങ്കിൽ അപ്പം എന്ത് പറ്റി, എഫിന് ഒരു റിലേറ്റീവ് മാക്സിമം എവിടെ വന്ന്, x0 y0 വന്നു. ഈ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് എക്സും എഫ് ഐയും 0 ആയി പോകും. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചു. ശരിയല്ലേ? പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് മാക്സിമത്തിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫ് എക്സും എഫ് ഐയും 0 ആണെന്ന് നമ്മൾ പഠിച്ചു. സോ അതുകൊണ്ട് ഇവിടെയും എഫ് എക്സും എഫ് ഐ എന്തായി പോയി, 0 ആയി പോയി. എങ്കിൽ x0 y0 എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആയിരിക്കും, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലോ അപ്പോഴും x0 y0 എന്താണ്, ക്രിട്ടിക്കൽ പോയിന്റ്. കാരണം ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആകുന്ന ആൾക്കാരെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് വിളിക്കും.
അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കും. സോ ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാകുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. സിമിലർലി നമുക്ക് ആരുടെ പ്രൂഫ് എഴുതാം? അബ്സല്യൂട്ട് മിനിമത്തിന്റെ പ്രൂഫ് നമുക്ക് ഇതേപോലെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ.